പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നന്ദിനി വിനായകനോട് പറഞ്ഞത് ഇനി ഏതായാലും നമുക്ക് കുറച്ചു കാലം വാടക കൊടുക്കാതെ താമസിക്കാം, നമുക്ക് പുതിയ വീട് പണിയുന്നത് വരെ ഇവിടെ താമസിക്കാലോ, അതിനിപ്പോ അവൻ ജയിലിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, ആ സമയം കൊണ്ട് വേറെ എവിടെ നിന്ന് പോവല്ലോ എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ഭയങ്കര സന്തോഷമായിരിക്കും. ആ സമയത്തിന് ആങ്ങളെ ചത്താലും ഭാര്യയുടെ കണ്ണീര് കണ്ടാലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരിക്കും കേട്ടോ. വിനായകൻ പറഞ്ഞിട്ട് എടി ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ ഈ ജപ്തി നമ്മൾ വിചാരിച്ചാലും ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നന്ദിനി പറയുന്നുണ്ട് ആണല്ലേ, ഒഴിവാക്കാൻ പറ്റില്ലേ, പക്ഷേ വിചാരിക്കണ്ട കേട്ടോ. അതെ, ബാങ്കിലിരിക്കുന്ന സ്വർണവും കാശും കണ്ടിട്ടാണ് നിങ്ങൾ ഈ തുള്ളുന്നതെങ്കിൽ അതങ്ങ് മനസ്സിൽ വെച്ചേക്ക്. ആ ശരി, മനസ്സിൽ വെക്കുമെന്നിങ്ങനെ വിനായകൻ പറയുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം, വേണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് കിടന്നുറങ്ങിക്കോ, നല്ല പോലെ കിടന്നുറങ്ങിക്കോ, ഇനി ഈ വീട്ടിൽ കിടന്നിട്ട് നല്ല രീതിയിൽ തന്നെ കിടന്നുറങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നന്ദിനി അത്രയും പറഞ്ഞു കൊടുത്തിട്ട് അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിനായിരിക്കും. വിക്രം നേരെ വാസവന്റെ വീട്ടിനകത്തേക്ക് ചെല്ലാണ്. ആ സമയത്തിന്റെ ഗുണ്ടകൾ വന്നിട്ട് ചോദിക്കുന്നു എന്താടാ വന്ന് ക്ഷണിച്ചത് മറന്നു പോയോടാന്ന് പറയുന്ന സമയത്തിന് നീ നിന്റെ സാറിനോട് പറയും വിക്രം വന്നിട്ടുണ്ട്. ഇതേ സമയത്തിന് വാസവൻ ആരോടെ ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരൊരു സിനിമ കാണാൻ പോയിരിക്കുകയാണ്. രാത്രി 12 മണിക്ക് തന്നെ കേക്ക് മുറിക്കും. വലിയ ആഘോഷങ്ങളൊന്നുമില്ല, എൻ്റെ മോൻ ഹോസ്പിറ്റലിൽ കിടക്കല്ലേ, അതുകൊണ്ട് ചെറിയൊരു ആഘോഷം മാത്രം, മോളുടെ ഒരു സന്തോഷത്തിന് മാത്രം. ഏതായാലും അവർ വരട്ടെ, അവർ വന്നിട്ട് ഞാൻ വിളിക്കാൻ പറയാമെന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കായിരിക്കും വാസുവൻ. അപ്പോഴേക്കും ഒരു ഗുണ്ട വന്നിട്ട് ഇങ്ങനെ വാസുവിനോട് പറഞ്ഞിട്ട് അതെ സർ, വിക്രം വന്നിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്തിന് അതെയോ, എങ്കിൽ പിന്നെ അവനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയൂ എന്ന് പറയും. അങ്ങനെ വിക്രം ഏതായാലും അകത്തേക്ക് കയറി വരുന്ന സമയത്തിന് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് വീടൊക്കെ ആകെ അലങ്കരിച്ചിട്ടുണ്ടാവും. വിക്രം അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്തിന് വിക്രമിനെ ഒന്ന് അടിമുടി നോക്കട്ടെ വാസവൻ. വിക്രം അകത്തേക്ക് കയറി വന്നതിന് ശേഷം വാസവൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാലുമക്കാല് കയറ്റിയിരിക്കുകയാണ്. എന്നാൽ വിക്രമിനോട് ഇരിക്കാനൊന്നും പറയുന്നില്ലെങ്കിൽ പോലും വിക്രം വാസവന്റെ തൊട്ടടുത്ത് വന്നിട്ട് കസാലയിൽ തന്നെ കാലുമേൽ കാൽ കയറ്റിയിരിക്കും. അവിടെ ഇരുന്നതിന് ശേഷം വാസവൻ ചോദിക്കുന്നുണ്ട് നീ വന്നല്ലേ എന്ന് പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് ഞാൻ വന്നതല്ലല്ലോ, എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തിപ്പിച്ചതല്ലേ. വാസവൻ പറഞ്ഞിട്ട് എനിക്ക് ഏതായാലും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, നീ ഏതായാലും വന്നല്ലോ എന്ന് പറയും. വാസവൻ പറഞ്ഞിട്ട് ഇതുവരെ നടക്കാത്ത കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്, നീ ഏതായാലും എൻ്റെ മടയിലേക്ക് കയറി വരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ പറയും. അന്നേരം വിക്രം പറഞ്ഞിട്ട് എനിക്കെന്തായാലും വലിയ പേടിയൊന്നുമില്ല എന്ന് പറയുന്ന സമയത്തിന് വാസവൻ പറഞ്ഞിട്ട് എനിക്കേതായാലും ഈ നിമിഷം വേണമെങ്കിലും നിന്നെ ഇല്ലാതാക്കാം. അപ്പോൾ വിക്രം പറഞ്ഞിട്ട് ആണോ, എങ്കിൽ പിന്നെ അത് നടക്കട്ടെ, തോക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ രണ്ടും കെട്ട ഗുണ്ടകളെ കൊണ്ടുള്ള പ്രയോഗം നടത്താണെങ്കിൽ വിക്രമിനോട്ട് പിടിച്ചു നിൽക്കാൻ പാടായിരിക്കും എന്നൊക്കെ പറയും. അന്നേരം വാസവൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് എനിക്കിപ്പോൾ വേണമെങ്കിൽ ഒരു തോക്ക് വെച്ചിട്ട് നിന്നെ അങ്ങ് ഇല്ലാതാക്കാം, പക്ഷേ അതല്ല അതിൻ്റെ രീതി, ഞാനിപ്പോൾ ഏതായാലും ഒരു കാഞ്ചി വലിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട് എന്ന് പറയും. അന്നേരം വിക്രം പറഞ്ഞിട്ട് നിന്റെ മോൻ ചെയ്തതിൻ്റെ ശിക്ഷയാണ് നിന്റെ മകൻ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് പോരാന്നാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അതിന് പകരമായിട്ട് നീ എൻ്റെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ വീട്ടുകാരെയെല്ലാം ഭീഷണിപ്പെടുത്തി, അതിനുശേഷം എൻ്റെ ഭാര്യ നീ തട്ടിക്കൊണ്ടുപോയി, ഇത്രയ്ക്ക് നീ എന്നോട് ചെയ്തിട്ട് ഞാൻ മിണ്ടാതിരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വാസവ? ഏതായാലും നീ ചെയ്തു വെച്ച കാര്യത്തിന് നിനക്കിട്ട് ഞാനൊരു പണി തരും, അതേതായാലും നീ ഓർത്തു വെച്ചോന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്തിന് വാസവൻ അതൊക്കെ കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസവൻ പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതെ ഞാനിപ്പോൾ നിന്നോടൊരു ഡീല് സംസാരിക്കാനാണ് വിളിച്ചത്. നീ ഇനി മുതൽ ഒറ്റക്കാണ് വിക്രം, ശ്രീനിവാസൻ സാറിൻ്റെ തണലൊന്നും ഇനി ഒരിക്കലും നിനക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. അയാളുടെ അധികാര സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് അയാളുടെ കൈച്ചൂടിൽ ഇനിയും നിനക്കിങ്ങനെ ഒത്തുപിടിക്കാമെന്നൊന്നും നീ വിചാരിക്കണ്ടെന്നൊക്കെ പറയും. നീ ഒരു കാര്യം ചെയ്യ് വിക്രം, ഞാൻ പറഞ്ഞതനുസരിക്കും എന്ന് പറയുന്ന സമയത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കുകയാണ് വിക്രം. നിനക്കിനി ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഇനി നിന്റെ മുന്നിൽ രണ്ട് വഴി മാത്രമേ ഉള്ളൂ, അത് മാത്രം നീ അനുസരിച്ചാൽ മതി എന്ന് പറയുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട് എനിക്ക് ഏതായാലും അതറിയാനുള്ള ആകാംക്ഷ കൊണ്ടൊന്നുമല്ല, എങ്കിലും പറയൂ എന്ന് പറയുന്ന സമയത്തിന് വാസവൻ പറയുന്നുണ്ട് അതെ, നീ ഇപ്പോൾ എൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം, അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്നിട്ട് എൻ്റെ മോൻ അവിടെ കിടക്കുന്നില്ലേ, എൻ്റെ മോനോട് വിളിച്ച് മാപ്പ് പറയണം, അതിനുശേഷം നീ എൻ്റെ കൂടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ അതിനുശേഷം നീ എൻ്റെ ഒരാളായിട്ട് എൻ്റെ കൂടെ തന്നെ കൂടിക്കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം മാറി മറയുന്നത് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറയാണ്. നിനക്കുള്ള അധികാര സ്ഥാനമൊക്കെ ഞാൻ വാങ്ങിച്ചു തരാമെന്നൊക്കെ ഇങ്ങനെ വാസവൻ പറയുന്നത് കേട്ടിട്ട് ഭയങ്കര ദേഷ്യത്തോടു കൂടി തന്നെ വിക്രം അവിടെ നിന്നും എഴുന്നേൽക്കും. വിക്രം ചോദിക്കുന്നുണ്ട് നീ എന്താണ് വിചാരിച്ചത്, ശ്രീനിവാസൻ സാറിൻ്റെ ചൂടിലാണ് ഞാൻ നിൽക്കുന്നതെന്നോ? ഈ വിക്രം എന്ന് പറയുന്നത് ശ്രീനിവാസൻ സാറ് തന്നെയാണ്, അതിൽ നിനക്ക് ഏതായാലും സംശയമൊന്നും വേണ്ട. അന്നേരം വാസവൻ പറഞ്ഞിട്ട് ഇതുവരെ ഇത്രയും നല്ലൊരു ഓഫർ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് ആ ഓഫർ ഏതായാലും എനിക്ക് വേണ്ട. ആഗ്രഹമുള്ളവന് അങ്ങനെ പലതും പറയാം, എന്ത് വേണമെങ്കിലും ആജ്ഞാപിക്കുകയും ചെയ്യാം, പക്ഷേ അതൊന്നും നടക്കണമെന്നൊന്നും ഉറപ്പില്ലല്ലോ. എന്തായാലും നിന്റെ ഓഫർ ഏതായാലും ഞാൻ സ്വീകരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വിക്രം അവിടെ നിന്ന് പോവാണ്. അന്നേരം വാസവന്റെ ഗുണ്ടകളിങ്ങനെ വിക്രമിനെ തടഞ്ഞു നിർത്തുന്ന സമയത്തിന് അവനെ തടയേണ്ട, പോയിക്കോട്ടെ എന്നിങ്ങനെ ആംഗ്യം കാണിച്ചു കൊടുക്കും. അങ്ങനെ വാസവനെ ഒന്ന് തിരിഞ്ഞു നോക്കിയതിനു ശേഷം വിക്രം അവിടെ നിന്നെങ്കിൽ ഇറങ്ങി പോവാണ്. പിന്നീട് കാണിക്കുന്നത് വിഷുവിനെ ആയിരിക്കും. വിഷുവിനിങ്ങനെ ശ്രീജിയോട് പറഞ്ഞിട്ട് ശ്രീജി മനസ്സിനൊരു സുഖമില്ല, എന്തോ ആകെ ഒരു അസ്വസ്ഥത പോലെ, അച്ഛന് ഞാൻ ഒരിക്കൽ പോലും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല.
അച്ഛനെ ഇത്രത്തോളം വേദനിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നിങ്ങനെ വിശ്വൻ പറയുന്ന സമയത്തിന് ശ്രീജയ്ക്കും വല്ലാത്ത വിഷമമായിരിക്കും. ശ്രീജി ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും വിശ്വേട്ടാ? ഇതിനെന്തെങ്കിലും ഒരു വഴി നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. അച്ഛൻ ഏതായാലും ഇവിടെ നിന്ന് പോകുന്ന സമയത്തിന് ആരും കൂടെ കൂട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അച്ഛനെയും അമ്മയും നോക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നിങ്ങനെ ശ്രീജ പറയുന്ന സമയത്തിന് വിശ്വൻ പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ വെറുതെ നല്ലൊരു ഭാഗം ഞാൻ വേസ്റ്റ് ആക്കിയെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അന്നേരം ശ്രീജ പറയുന്നുണ്ട്, കഴിഞ്ഞതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇനി വരുന്നതിനെ പറ്റിയിട്ട് മാത്രമേ ഇനി നമ്മൾ ചിന്തിക്കാൻ. നമുക്കൊരു കാര്യം ചെയ്താലോ വിശ്വേട്ടാ? ഈ വീട്ടിൽ നിന്നും എല്ലാവരും വേറെ വേറെ പോകുന്നതിനെ പറ്റിയിട്ട് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പൈസ ചോദിക്കാം, വിശ്വേട്ടൻ്റെ ജോലി കാണിച്ചു കൊണ്ടതിന് കുറച്ച് പൈസ ലോൺ എടുക്കുകയും ചെയ്യാം. എന്നിട്ട് 2-3 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു കൊച്ചു വീട് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി അതിലേക്ക് മാറാമെന്നൊക്കെ പറയാണ് ശ്രീജ. അന്നേരം വിശ്വം പറഞ്ഞിട്ട്, അതൊന്നും ഒരിക്കലും അത്ര പെട്ടെന്ന് നടക്കുന്നൊന്നും കാര്യമൊന്നുമില്ല ശ്രീജയെ. നിന്റെ വീട്ടുകാർ തന്നെ അത്താഴപ്പട്ടിണിക്കാരല്ലേ ശ്രീജയെ? അവരടുത്ത് ചെന്നിട്ട് എങ്ങനെയാണ് പൈസ ചോദിക്കുക പാവങ്ങൾ? ഇപ്പോൾ നമ്മുടെ മോളെ തന്നെ അവർ ഏറ്റെടുത്ത് നോക്കുന്നില്ലേ? ഇപ്പോൾ അത് തന്നെ മതിയെന്നിങ്ങനെ വിശ്വൻ പറയുന്ന സമയത്തിന് ശ്രീജ ചോദിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും വിശ്വേട്ടാ? വരട്ടെ, നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ പറഞ്ഞ് വിശ്വൻ അതിനെ പറ്റിയിട്ട് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് വർക്ക്ഷോപ്പിൽ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. അത് രാജേട്ടന് പറയാമായിരുന്നില്ലേ അവനോട് ഒറ്റയ്ക്ക് പോവേണ്ടെന്ന്? അന്നേരം രാജേട്ടൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞതാണ് അവനോട് ഒറ്റയ്ക്ക് പോവേണ്ടെന്ന്. അപ്പോൾ ഞാൻ ദേ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വിളിച്ചവനാണ്. പിന്നീട് വിളിക്കുമ്പോൾ പറയുന്നത്, ഞാൻ ദേ വാസവൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയെന്നാണ്. എനിക്കറിയാം അവനിപ്പോൾ ഒറ്റയ്ക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനെ കാണാതെ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ പെട്ടെന്ന് വിക്രം ബൈക്കിൽ അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം സജീവൻ പറഞ്ഞിട്ട്, ദേ പേടിക്കൊന്നും വേണ്ടതാ ആളെത്തിയിട്ടുണ്ട് എന്ന് പറയും. അങ്ങനെ വിക്രം അവരുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്തിന് അവർ ചോദിക്കുന്നുണ്ട്, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, ഒരു 3 ഓഫർ അങ്ങ് മുന്നിലേക്ക് വെച്ചു വാസവൻ. അപ്പോൾ എന്താന്ന് ചോദിക്കുന്ന സമയത്തിന്, ഒന്ന് അയാളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം, രണ്ടാമത് അയാളുടെ മകൻ്റെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയണം, അതിനുശേഷം എല്ലാം മറന്ന് അവനിൽ ഒരാളായിട്ട് ഞാൻ നിന്നു കൊടുക്കുകയും വേണം. ഇതാണ് അവൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്ന സമയത്തിന്, ആഹാ അപ്പോൾ നീ അവനെ മലർത്തി അടിച്ചിട്ടാണല്ലോ പോന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. അന്നേരം അത് കേട്ട് വിക്രം എന്ന് ചിരിക്കാണ്. ജോസഫ് ചോദിക്കുന്നുണ്ട്, ഇനി എന്താ അടുത്ത പ്ലാൻ എന്ന് ചോദിക്കും. ഏതായാലും അയാളെ ഇതുവരെയൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇന്ന് രാത്രി ചെയ്യാൻ ഒരു സാധ്യതയുണ്ട് എന്ന് പറയും. അപ്പോൾ ഇന്ന് രാത്രി ഒന്ന് ചോദിക്കുന്ന സമയത്തിന്, അതെ, പക്ഷേ അതിനു മുമ്പ് അയാൾക്കിട്ട് നമുക്കൊരു പണി കൊടുക്കണം. നമ്മൾ അങ്ങനെ വെറുതെ ഇരിക്കുന്നവരാണെന്നൊന്നും അയാൾ കരുതണ്ട, അയാളും ഒന്ന് പേടിക്കട്ടെ. അപ്പോൾ എന്താ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞൊരു പ്ലാനൊക്കെ ഉണ്ട്. അല്ല അനിയൻകുട്ടൻ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്തിന്, അനിയൻകുട്ടൻ വീട്ടിലുണ്ടെന്ന് പറയും. എന്തായാലും അനിയൻകുട്ടനെ പോയിട്ട് വിളിച്ചിട്ട് വാ, സജീവൻ നിൽക്കണ്ട. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പിന്നെ സജീവൻ്റെ വീട്ടിലൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവുമെന്നൊക്കെ പറയാണ് വിക്രം. അല്ല രാജേട്ടൻ എൻ്റെ കൂടെ നിൽക്കാൻ പേടിയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന്, എനിക്ക് പേടിയൊന്നുമില്ല എന്ന് പറയും. അന്നേരം സജീവൻ പറഞ്ഞിട്ട്, ഞാനും നിങ്ങളുടെ കൂടെ നിൽക്കാം, കാരണം നിങ്ങൾ എന്തെങ്കിലും ചെയ്താലും അത് എൻ്റെ മേലും വരും, പിന്നെ ഞാനായിട്ട് എന്തിനാ വെറുതെ മാറി നിൽക്കുന്നത്, ഞാനും നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാമെന്ന് പറയാണ് സജീവൻ. ഇത് കാണിക്കുന്നത് വാസവൻ്റെ അടുത്തേക്ക് വാസവൻ്റെ ഭാര്യ വന്ന് ചോദിക്കുന്നത്, ഇത്രയും കാലം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ലല്ലോ, എന്നെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല, എൻ്റെ മോനല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്താ അവനെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അന്നേരം വാസവൻ പറഞ്ഞിട്ട്, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അവൾ പറഞ്ഞിട്ട്, എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്യില്ല, എൻ്റെ മോൻ ഒരു പെൺകുട്ടിയോട് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ വാസവൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല കേട്ടോ. അന്നേരം വാസവൻ ചോദിക്കുന്നൊരു സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ട്, ഇതിപ്പോൾ നിങ്ങൾ എന്നോട് 3ാമത്തെ തവണയാണല്ലോ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താ മറ്റൊന്നും എന്നോട് ചോദിക്കാനൊന്നും ഇല്ലേ? അല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കുറേ ആൾക്കാരെ കണ്ടല്ലോ, ആരാ അവരൊക്കെ എന്ന് ചോദിക്കുന്ന സമയത്തിന്, അവർ രാഷ്ട്രീയക്കാരാണെന്ന് പറയാണ് വാസവൻ. ആ സമയത്തിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, പക്ഷേ അവരെ കണ്ടപ്പോൾ ഗുണ്ടകളെ പോലെ തോന്നിയല്ലോ, അപ്പോൾ അത് മറ്റേ ആ കേസിൻ്റെ കാര്യം തീർപ്പാക്കാൻ വന്നവരാണെന്ന് പറയും. അന്നേരം ഭാര്യ പറഞ്ഞിട്ട്, എന്തായാലും ഇനി നമുക്ക് ഈ രാഷ്ട്രീയം ഒന്നും തന്നെ വേണ്ടാന്നൊക്കെ പറയും. ആ സമയത്തിൻ്റെ മോളെ ചോദിക്കട്ടെ വാസവൻ, മോൾ എന്തേന്ന് ചോദിക്കും. മോൾ ഇതേ ബർത്ത്ഡേ കൂടി ഇട്ടുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് രാത്രി 12 മണിക്ക് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യുന്ന റീൽസ് എടുക്കണമെന്നാ പറയുന്നതെന്നൊക്കെ പറയും. അപ്പോഴേക്കും മോൾ ഓടി വന്നുകൊണ്ടിരുന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛാ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ വാസവൻ പറഞ്ഞിട്ട്, ഞാൻ എന്നെ സെലക്ട് ചെയ്തത്, അത് പിന്നെ മോശമാവോ? മോള് പറഞ്ഞിട്ട്, രാത്രി 12 മണിക്ക് തന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ആ ഒരു കേക്കുമായിട്ട് നമുക്ക് ചേട്ടൻ്റെ അടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ ഇന്നോന്ന് ചോദിക്കുന്ന സമയത്തിന്, ഇന്ന് തന്നെ. അന്നേരം ഭാര്യ ചോദിക്കുന്നുണ്ട്, എങ്കിൽ പിന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കേക്ക് മുറിച്ചാലോ എന്ന് ചോദിക്കും. അതൊരു നല്ല ഐഡിയ ആണ്, പക്ഷേ അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും നേരെ വൈകൂലേ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ വെച്ച് കേക്ക് മുറിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാമെന്ന് പറയും. എന്നാൽ ശരി അങ്ങനെ ചെയ്യാമെന്ന് വാസുവിന് സമ്മതിക്കുന്ന സമയത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ട്, എങ്കിൽ പിന്നെ ഞാൻ ഏതായാലും പൂജാമുറിയിൽ പോയിട്ടൊന്ന് പ്രാർത്ഥിക്കട്ടെ, നിങ്ങളും കൂടെ വാന്ന് പറയുന്ന സമയത്ത് ഞാൻ വരുന്നില്ല എന്ന് പറയും. അപ്പോൾ വിശ്വാസമില്ലെങ്കിലും മോളുടെ കൂടെ ഒന്ന് വന്ന് നിൽക്കാലോ എന്നൊക്കെ പറഞ്ഞ് വാസുവിനെയും കൂട്ടിക്കൊണ്ടായിരിക്കട്ടോ അവർ പൂജാമുറിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് വിക്രം ഏതായാലും പണി തുടങ്ങിയിട്ടുണ്ടാവും. ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അറ്ററിൻ്റെ വേഷം ധരിച്ചുകൊണ്ട് തന്നെ സജീവൻ അങ്ങോട്ടേക്ക് വരികയാണ്. വാസവൻ്റെ മോനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാനായിരിക്കും അവർക്ക്. സജീവൻ വേഷം മാറിയിട്ട് നേരെ ചെല്ലുന്നത് വാസവൻ്റെ മോൻ്റെ അടുത്തേക്കായിരിക്കും. മോൻ്റെ അടുത്ത് തൊട്ടടുത്തിരുന്നതിന് ഒരു ഗുണ്ട അവിടെ ഉറങ്ങുന്നുണ്ടാവും. അങ്ങനെ മാസ്കും വെച്ച് കൊടുത്തിട്ട് സജീവൻ ഇങ്ങനെ വാസവൻ്റെ മോൻ്റെ അടുത്തേക്ക് വരുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്.
പിന്നീട് നാളത്തെ എപ്പിസോഡ് പ്രൊമോ കാണിച്ചിരിക്കുന്നത് വിക്രമിന്റെ വീട് തകർക്കാൻ വേണ്ടിയിട്ട് ജെസിയുമായിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വരുന്നതും കണ്ടുകൊടുത്തില്ലേ വിക്രമിന്റെ വീട്ടുകാർ എല്ലാവരും അങ്ങനെ പേടിച്ച് വരച്ച് നിൽക്കുമായിരിക്കും. JCBയിൽ അവരുടെ കൂടെ കുറേയധികം ഉദ്യോഗസ്ഥന്മാരും വരുന്ന സമയത്ത് തന്നെ വീട് പൊളിക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കും. പക്ഷേ അതിനൊക്കെ ചേർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് വേദ അവരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ജോലിയൊന്നുമല്ല, ഇത് ശരിക്കും ഗുണ്ടായിസാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. ഞങ്ങൾ ഏതായാലും അതിനൊന്നും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വേദ അവരോടൊക്കെ സംസാരിച്ചിങ്ങനെ നിൽക്കും. എന്നാൽ വാസവന്റെ മകനെ ഹോസ്പിറ്റലിൽ വെച്ച് സജീവൻ തട്ടിക്കൊണ്ടുപോയത് കൊണ്ട് തന്നെ ആ ഒരു കുറ്റം കൂടെ തന്നെ പിന്നെ നേരെ ചെല്ലുന്നത് വിക്രമിന്റെ മേലേക്കായിരിക്കും. ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ആ ഒരു വീട് പൊളിക്കാൻ തന്നെ തീരുമാനമായിരിക്കുമെന്ന് മാത്രമല്ല അവരിങ്ങനെ പറയുന്നുണ്ട്, ഈ വീട് പൊളിക്കൽ ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ വാസവന്റെ മകളെ തട്ടിക്കൊണ്ടുപോയ ആ ഒരു കേസിൽ ഏതായാലും വിക്രമിനെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയും. എന്നാൽ ഇതൊക്കെ കേട്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയാതെ അങ്ങനെ വിഷമത്തോടെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കമലമ്മയും അതുപോലെ സുധാകര മാഷിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ പ്രമോ അവസാനിക്കുന്നത്. നാളത്തെ എപ്പിസോഡിൻ്റെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.